ഞാൻ ഹാൻഡ് എംബ്രോയിഡറീനെ കൊണ്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പം ഈ ഈ നെക്ക് നമ്മുടെ സാരീൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് ചെയ്തെടുക്കുക, ബാക്ക് സൈഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ നെക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കുക. ഒരു സിമ്പിൾ ഡിസൈനാണിത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി ഞാൻ വരച്ചെടുത്തിട്ടൊരു ഈ നെക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കളറുള്ള നൂല്, ഡോളീൻ്റെ നൂലുകളാണ് ഈ നൂല്. ഈ കളറുള്ള കാണുന്നുണ്ട്. ഈ കളറുള്ള നൂലെടുത്ത് മെറൂൺ കളറുള്ളത്, ഒരു മഞ്ഞ കളറുള്ള നൂല്, ഈ 2 കളർ നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ലെയറിൽ ഈ നൂല് സൂചീൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. കണ്ട് ഇതിൻ്റെ മുകളിൽ ആദ്യം സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യത്തിൻ്റെ മുകളിൽ ഇവിടെ സ്റ്റെമ്മ് ചെയ്യുക. അതൊരു ബോർഡർ മാതിരി വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സ്റ്റെം സ്റ്റിച്ച് ലൈനായിട്ട് ചെയ്തെടുക്കുക. ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഈ ലൈന് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റെം സ്റ്റിച്ച് ഈ കളർ നൂലുണ്ട്. അതേമാതിരി ഞാൻ ഈ ലൈനിൽ ഫുള്ളായിട്ട് സ്റ്റെം സ്റ്റിച്ചിൽ ഇത് ചെയ്തെടുത്തോളാം. ഇനി അടുത്ത കളർ വേറെ കളറാണ് കൊടുക്കുന്നത്. മഞ്ഞ കളറാണ് നമ്മൾ എടുത്ത് വെച്ചത്. ഈ മഞ്ഞ കളർ ഞാൻ 3 ലെയറിൽ സൂചിയിൽ കോർത്ത് വെച്ചത്. അപ്പോൾ ഇതിനെ കൊണ്ട് ചേർന്നിട്ട് അടുപ്പിച്ചിട്ട് വേണം സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഒരു ബോർഡർ ഒരു ഇതുമാതിരി വരും. സ്റ്റെം അത് അടുപ്പിച്ച് ചെയ്തെടുക്കും. മഞ്ഞ കളറിലെ നൂലുണ്ട്. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേമാതിരി അടുപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേമാതിരി സ്റ്റെമ്മ് ഇതിൻ്റെ അടുപ്പിച്ചിട്ട് ഈ ബോർഡർ ഫുള്ളായിട്ട് ചെയ്ത് ഇതേമാതിരി വരും. അങ്ങനെ അതേമാതിരി ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുത്തുകൊണ്ടല്ല. അതേമാതിരി മഞ്ഞേനെ കൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തുകൊണ്ട് അടുത്തതായി ഈ മെറൂൺ കളറിനെ കൊണ്ട് ഡാർക്ക് റെഡിനെ കൊണ്ട് അടുപ്പിച്ചിട്ട് ഒരു ലൈനും കൂടെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതേമാതിരി അടുപ്പിച്ച് ചെയ്ത് അതേമാതിരി വരും. കാണുന്ന സ്ഥലത്ത് ഇതേമാതിരി ഒരു ബോർഡർ മാതിരി ഇങ്ങനെ വരും. ഇത് ഫുള്ളായിട്ട് ഇത് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ 3 ലൈനിങ് അപ്പോൾ അതേമാതിരി ബോർഡർ മാതിരി കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഈ മഞ്ഞ നൂലുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തു. ഇനി അടുത്ത മറ്റേ മെറൂൺ നൂല്, ഓരോ നൂല് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സൂചീൻ്റെ മുകളിൽ
രണ്ട് നൂല് കോർത്ത് വെച്ചാൽ മതി. അപ്പോൾ കോർത്ത് വയ്ക്കുന്ന സമയത്ത് അത് എളുപ്പം കിട്ടുമല്ലോ. അങ്ങനെ ചെയ്താൽ നേരെ വെച്ചാൽ ഓരോന്ന് മാറ്റി മാറ്റി കോർക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുകയെന്ന് കാണിച്ചത്. അതങ്ങനെ ചെയ്ത് ഒരു ക്രോസായി ഇങ്ങോട്ടൊരു വര നൂലെടുക്കുക. അതായത് 3 ലെയറിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ എടുത്തൊരു പ്ലസ് മാതിരി ഉണ്ടാക്കുക ആദ്യം. അതേമാതിരി പ്ലസ് ഉണ്ടാക്കി. എന്നിട്ട് ഓരോ ക്രോസ് ഇത് വരുന്നുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോർണറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. എളുപ്പമാണത് തയ്ക്കാൻ, വലിയ പ്രയാസമേ ഇല്ല. ഒന്നാ ചിന്തിത്താക്കിയത് കേട്ടോ. ഇതേമാതിരി വന്ന് ഈ ക്രോസിൻ്റെ അകത്ത് ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞു പോയി, കുറച്ചും കൂടി വലുതാക്കി ചെയ്താൽ മതി. അങ്ങനെ ഒന്നിനടുത്ത മഞ്ഞ കൊടുക്കുക. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ അടുത്തതിലേക്ക് എടുത്താലും മതി. മഞ്ഞ എടുത്തിട്ട് ഇതേമാതിരി തന്നെ വലുതാക്കി ചെയ്ത് കൊടുക്കുക. ഒരു ക്രോസ് കൊടുക്കുക. ഇനി എടുത്ത് ഇതേപോലെ ഇങ്ങോട്ട് ക്രോസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ടത് ക്രോസ് കൊടുക്കുക. ഇതേമാതിരി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഒന്ന് മാറിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ലതൊരു ഭംഗിയിൽ കിട്ടും, ഒരു ഡിസൈനായിട്ട് കിട്ടും. ഈ ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.